യഥാർത്ഥത്തിൽ ട്രംപിനെ ചൊടിപ്പിക്കുന്നത് ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തി അമേരിക്കയ്ക്ക് ബദലായി ഒരു കറൻസി കൊണ്ടുവരുമോ എന്ന ഭയമാണ്. അതിനുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്നാണ് അമേരിക്കയുടെ പേടി. ലോകത്തെ ഏത് സാമ്പത്തിക ഇടപാട് നടന്നാലും അമേരിക്കയ്ക്ക് ലാഭമുണ്ട്. കാരണം ഡോളറിലാണ് ഈ കച്ചവടം നടക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റിന്റെ ആനുകൂല്യം കിട്ടുന്നത് അമേരിക്കയ്ക്കാണ്. എന്നാൽ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള എല്ലാ ഇടപാടുകളും അമേരിക്കയ്ക്ക് നഷ്ടക്കച്ചവടമാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യയും ഇന്ത്യയും തമ്മിൽ എണ്ണ വ്യാപാരം നടത്തുന്നത് റൂബിളിലും രൂപയിലുമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ രൂപയിലാണ് വില നിശ്ചയിക്കുന്നതും കൊടുക്കുന്നതും. ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ റൂബിളിലാണ് അവരത് ചെയ്യുന്നത്. അങ്ങനെ രൂപയും റൂബിളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങുകയും റഷ്യയിലുള്ള ആർക്കും അനായാസമായി ഒരു സ്വിഫ്റ്റിന്റെയും സഹായമില്ലാതെ ഒരു എക്സ്ചേഞ്ച് റേറ്റിന്റെ സഹായമില്ലാതെ അവർക്ക് അവിടെ കിട്ടുന്ന പണം ഇന്ത്യയിലേക്ക് മാറ്റാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. ഇത് ദുർബലപ്പെടുത്തുന്നത് ഡോളറിനെയാണ്. ഇതേ മെക്കാനിസം ബ്രിക്സ് രാജ്യങ്ങൾ നടപ്പിലാക്കിയാൽ ചൈനയും റഷ്യയും ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും അടക്കമുള്ള വലിയ രാജ്യങ്ങൾ ഇതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഡോളർ 8 നിലയിൽ പൊട്ടിപ്പോകുമെന്ന് ട്രംപിനറിയാം. അതുതന്നെയാണ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നത്. ലോകത്ത് എവിടെ ഇടപാട് നടന്നാലും അതിന് കമ്മീഷൻ കൈപ്പറ്റുന്ന അമേരിക്കയ്ക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാവും റൂബിളും രൂപയും തമ്മിലുള്ള വിനിമയ ബന്ധം. അതാണ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്ന മുഖ്യ വിഷയം.